ദൈവതിരുനാമം മഹത്വമെടുക്കട്ടെ. ഇന്ന് രാത്രി ഈ 102-ാം വാർഷിക കൺവെൻഷനിൽ ഒരു ചെറിയ ഭാഗമായിരിക്കുവാൻ ഈ എളിയവനായി എനിക്ക് കർത്താവ് തന്ന ഈ മഹനീയമായ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഓവർസീറായി കർത്താവ് അഭിഷേകം ചെയ്താക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ വായുറജി, തന്നോടൊത്ത് ഇതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുവാൻ ദൈവത്താൽ അഭിഷിക്തരായ മറ്റ് ദൈവദാസന്മാർ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദൈവദാസന്മാർ, സദസ്സിലായിരിക്കുന്നവർ, എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി ഈ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിൽ പൂർണ്ണ ജയാളികൾ എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ വർഷത്തെ മുഖ്യ വിഷയം. ബീയിങ് മോർ ദാൻ എ കോൺഗറർ. ഇന്ന് രാത്രി എനിക്കുള്ള അല്പസമയം ഉപയോഗിച്ച് നാം എപ്പോഴാണ് ക്രിസ്തുവിൽ ഒരു പൂർണ്ണ ജയാളിയായി തീരുന്നത് എന്ന് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. Gracious Father, we come before you. Lord, we pray that you touch the hearts of every person who is listening to these statements, these words, this sermon. Open their hearts and enable them to be receptive to your counsel. I commit myself into your hand as your servant. Use me as the instrument that you desire to use. Let your name be glorified. In Jesus' most precious name I pray. Praise the Lord. നാം ജീവിക്കുന്ന ഈ ലോകം അധപ്പതിച്ചതും ആത്മീയമായി മരിച്ചതുമായ ഒരു ലോകമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ അധികം പേരും അത് എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം ന്യൂസ് പേപ്പർ നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. അതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം നമ്മെ വെളിപ്പെടുത്തുന്നത് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ്. ഇവിടെ ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവമാക്കിയിരിക്കുന്ന അനേക ക്രിസ്തീയ വിശ്വാസികൾ പോലും അവരുടെ ആത്മീക ദർശനം നഷ്ടപ്പെട്ടിട്ട് ആത്മീയ തിമിരം പ്രാപിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് പകരം പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉള്ളങ്ങളിൽ വെളിച്ചം കെട്ടുപോയിട്ടില്ലാത്ത ഒരു കൂട്ടം ദൈവമക്കൾ പ്രവാചകനായ ഹബക്കുക്കിനോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. ദൈവമേ, കർത്താവേ, ഞാൻ എത്രത്തോളം വിളിച്ചപേക്ഷിക്കുകയും നീ കേൾക്കാതെയും ഇരിക്കും. ഈ സാഹചര്യങ്ങൾക്ക് കർത്താവേ ഒരു വ്യത്യാസം വരുത്തുകയില്ലയോ? ഇതിന് കർത്താവ് തരുന്ന ഉത്തരം എന്താണ് എന്നറിയാമോ? കർത്താവ് പറഞ്ഞു, യെസ്, ഞാനതിന് ഉത്തരം തന്നു കഴിഞ്ഞു. ആ ഉത്തരമാണ് കർത്താവിൻ്റെ സഭ. ദൈവമക്കളെ, ലോകത്തിലെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് കർത്താവ് ലോകത്തിലാക്കി വച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് കർത്താവിൻ്റെ സഭ. ആ സത്യം നാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ ജയാളികളായി തീരുന്നത്, പൂർണ്ണ ജയാളികളായി തീരുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ സ്ഥാനം, ദൗത്യം, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മാൻഡേറ്റ്, അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നാം പൂർണ്ണ ജയാളികളായി തീരുന്നത്. നമുക്ക് നാം വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. അവിടെ കർത്താവ് പറയുന്നത്
ആ പ്രസ്താവനയുടെ രണ്ടാം ഭാഗത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ പ്രസ്താവനയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നു തിരുവെഴുത്ത് പറയുന്നത് പോലെ. എന്നാൽ പുതിയ നിയമവും പഴയ നിയമവും മുഴുവൻ നിങ്ങൾ അരിച്ചു വാരി നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു പ്രസ്താവന, കർത്താവ് മേൽപ്പറഞ്ഞ പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു തിരുവെഴുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ഉറവ ഒഴുകും, ജീവന്റെ നദി ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞു? കർത്താവ് പറഞ്ഞത് തെറ്റാണോ? കർത്താവിന് തെറ്റുപറ്റുകയില്ല. കാരണം കർത്താവിൻ്റെ ആത്മാവ് തന്നെയാണ് ഈ തിരുവചനം ആരംഭം മുതൽ മുഴുവനും എഴുതിയത്. സത്യത്തിൽ കർത്താവ് തന്നെ വചനവുമാകുന്നു. അപ്പോൾ കർത്താവിന് തെറ്റുപറ്റുകയില്ല. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവാണ് ഈ തിരുവചനം, കർത്താവിൻ്റെ ആത്മാവാണ് ഈ തിരുവചനം എഴുതിയത് എന്ന വ്യക്തമായ വിശ്വാസത്തോടും അണ്ടർസ്റ്റാൻഡിങ്ങോടും കൂടെ നാം ദൈവവചനത്തിലേക്ക് അതിൻ്റെ ഏടുകൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഈ പ്രസ്താവന മാത്രമല്ല, ഈ പ്രസ്താവനയുടെ വിശദീകരണം കൂടെ നമുക്ക് എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. സമയപരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് ആ ഭാഗം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്തെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ കണ്ട ഈ ദർശനത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഓൾറെഡി ദൈവദാസന്മാരായ നിങ്ങളെല്ലാവരും, ഒരുപക്ഷെ ആ ഭാഗം വായിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരും തന്നെ ഒരു സെർമൺ, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രികാലം അങ്ങനെ ചെയ്യാതെ ആ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് കാണുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ പ്രവാചകന് ദൈവം ഒരു ദർശനം കാണിക്കുകയാണ്. യെരുശലേം ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു ദർശനം. യെരുശലേം ദേവാലയത്തിന് മുൻപ് വേദശാസ്ത്രികളുടെ അഭിപ്രായത്തിൽ ആ കർത്താവിന് 1800 വർഷങ്ങൾക്ക് മുമ്പ് അത് മൗണ്ട് മോറിയ മലയായിരുന്നു. ആ മലയിലാണ് അബ്രഹാം തൻ്റെ പുത്രനായ ഇസാക്കിനെ ബലി കഴിക്കുവാൻ യാഗപീഠം പണിതത്. ആ യെരുശലേം ദേവാലയം പണിയപ്പെട്ട ആ യെരുശലേം മൗണ്ടൻ സമുദ്രനിരപ്പിൽ നിന്ന് 2700 അടി ഉയരത്തിലാണ്. യെരുശലേം ദേവാലയത്തിന്റെ കിഴക്കൻ വാതില്, മെയിൻ വാതിലായ കിഴക്കൻ വാതിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ 2700 അടി താഴെ വരെ വെറും മരുഭൂമിയാണ്. യാതൊരു സസ്യങ്ങളോ വൃക്ഷങ്ങളോ ഇല്ലാത്ത ഉണങ്ങി വരണ്ട ഒരു മരുഭൂപ്രദേശമാണ്. എന്നാൽ സമുദ്രനിരപ്പ് കൊണ്ട് ആ മരുപ്രദേശം തീരുന്നില്ല. അവിടെ നിന്ന് 1300 അടി വീണ്ടും താഴേക്ക് ചെല്ലുമ്പോഴാണ് നാം കേൾക്കാറുള്ള ചാവുകടൽ അഥവാ ഡെഡ് സീ. ഡെഡ് സീയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതില് രാസവസ്തുക്കളുടെ മലിനമായ രാസവസ്തുക്കളും മറ്റ് പല വേസ്റ്റുകളും കൊണ്ട് മലിനമാക്കപ്പെട്ട ഡെഡ് സീയില് ഒരൊറ്റ ജീവജാലങ്ങൾക്കും മത്സ്യത്തിനോ മറ്റൊന്നിനും തന്നെ ജീവിക്കുവാൻ യോഗ്യമായ ഒരു അന്തരീക്ഷമല്ല. തികച്ചും ദേവാലയത്തിന്റെ വാതിൽ മുതൽ ഡെഡ് സീ വരെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന, ഉണങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെ നാം നോക്കിയാൽ, നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ സാഹചര്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇത് തന്നെയാണ് നാം കാണുന്നത്. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഉണങ്ങി വരണ്ട് പ്രതീക്ഷയറ്റ ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ക്രമീകരണമാണ് എസെക്കിയേൽ 47-ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു:
അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആ വെള്ളം ആലയത്തിൻ്റെ വലത്തുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. ഇവിടെ അനേക വിഷയങ്ങൾ വിശദീകരിക്കുവാനുണ്ടെങ്കിലും സമയപരിധി കൊണ്ട് 2 പോയിന്റുകൾ മാത്രം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തന്നെ ആരാധിക്കുവാൻ ഒരു ദേവാലയം പണിതു. പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. നാം 1 കൊരിന്ത്യർ 3:16 വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ പുതിയ നിയമത്തില് നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടില് ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. നമ്മിൽ നിന്നാണ് ജീവജലത്തിൻ്റെ നദി ഒഴുകി ഉണങ്ങി വരണ്ട് മരുഭൂപ്രദേശമായി യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഈ ലോകത്തിലേക്ക് ജീവജലത്തിൻ്റെ നദി ഒഴുകേണ്ടത്. രണ്ടാമതായി നാം കാണുന്ന ഒരു വിഷയം, ഈ ആലയത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഒഴുകുന്ന ജലം യാഗപീഠത്തിൻ്റെ തെക്ക് വശത്തു കൂടിയാണ് ഒഴുകുന്നത്. യാഗപീഠത്തെ കടന്നാണ് ഈ നദി ഒഴുകുന്നത്. യാഗപീഠം പ്രതിനിധീകരിക്കുന്നത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിച്ച കാൽവറി ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ, ജീവിത പാപത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് നിത്യജീവന്റെ വാഗ്ദത്തം നാം ലഭിച്ചത് ഈ യാഗപീഠത്തിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ യാഗമായി അർപ്പിക്കുന്നതും ഈ യാഗപീഠത്തിലാണ്. അതെ, ഇതേ യാഗപീഠത്തിൽ നിന്നാണ് ജീവന്റെ ജലം നാം സ്വീകരിച്ചത്. ഈ ജീവന്റെ ജലം നാം സ്വീകരിച്ചതിന് ജീവന്റെ ജലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുക മാത്രമല്ല, അത് നമ്മിൽ വളർന്നു വന്ന് ഒരു നദിയായി ഒഴുകി അത് പോകുന്ന നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിലുള്ള സകല മരിച്ചു കിടക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പ്രാപ്തിയുള്ളതും ശക്തിയുള്ളതുമാണ്. എസെക്കിയേൽ 6:47 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദേവാലയത്തിൻ്റെ ആ വാതിൽ നിന്ന് ഒരു ചെറിയ സ്പ്രിങ്ങായി ആരംഭിച്ച ഈ അരുവി അധികം താമസിയാതെ ഒരു നദിയായി മാറുന്നു. ഇത് നദിയായി മാറി ചാവുകടലിൽ ചെന്ന് വീഴുന്നു. അതുകൊണ്ട് പല വ്യത്യാസങ്ങളും ആ ഭൂപ്രദേശത്തിന് മുഴുവനും ചാവുകടലിന് പോലും ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യാസങ്ങളെല്ലാം വിവരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു 3 വ്യത്യാസങ്ങൾ വിവരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നാം പ്രാരംഭത്തിൽ വിവരിച്ചല്ലോ, അവിടെ മുഴുവൻ ഉണങ്ങി വരണ്ട് ഫലപുഷ്ടിയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു എന്ന്. എന്നാൽ ഈ വെള്ളം ഒഴുകി തുടങ്ങിയപ്പോൾ ആ ഭൂപ്രദേശത്തിന് മുഴുവൻ വ്യത്യാസമുണ്ടാവുകയാണ്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്കമുള്ള ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. ഇവിടെ ഒരു വൃക്ഷവും ഉണ്ടാകാതിരുന്ന ഈ സ്ഥലത്ത് ഈ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ജീവജലത്തിന്റെ നദി ദേവാലയത്തിൽ നിന്ന് ഒഴുകിയതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഫലപുഷ്ടിയില്ലാതെ, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ മാറ്റത്തിന്റെ ഉത്തരം എവിടെയാണ്? ദൈവത്തിന്റെ ദേവാലയമാകുന്ന ഞാനും നിങ്ങളുമാണ്. നാം ഒരിക്കൽ കർത്താവിൽ നിന്ന് സ്വീകരിച്ച ജീവജലം, അതിൽ നമ്മിൽ നിന്നൊരു നദിയായി നാം ജീവിക്കുന്ന സമൂഹത്തിലേക്കും ഈ ലോകത്തിലേക്കും ഒഴുകുമ്പോൾ, ഇവിടുത്തെ പ്രത്യാശയില്ലാത്ത, ജീവിതത്തിന് യാതൊരു ഹോപ്പുമില്ലാത്ത
സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. നമ്മിൽ ഒഴുകുന്ന ഈ ജീവനദി കൊണ്ട് ചില ഫലങ്ങൾ പുറപ്പെടുവിക്കും. ആ ഫലങ്ങൾ എന്താണെന്നറിയാമോ? ക്രിസ്തുവാകുന്ന ഫലം, ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ എന്ന പോലെ ഇന്നും ലോകം യേശുവിനെ നമ്മിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ലോകത്തിന്റെ ഒരേ ഒരു ഹോപ്പ്, പ്രതീക്ഷ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് നമ്മിലാണ്, നാമാണ് വെളിപ്പെടുത്തേണ്ടത്. നമ്മുടെ പ്രസംഗങ്ങളിലല്ല, നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുമ്പോഴാണ് ലോകം യേശുവിനെ കണ്ടെത്തുന്നത്. ജീവജലത്തിന്റെ നദി ഒഴുകുന്നത് മുഖാന്തരം രണ്ടാമത്തെ കാര്യം, അവിടെ സൗഖ്യവും വിടുതലും ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ജീവിക്കുന്ന ഈ ലോകം മാനസികവും ശാരീരികവുമായി രോഗബാധിതമാണ്. ഈ ലോകത്തിന്റെ വിടുതലിന് ഒരേ ഒരു പ്രതീക്ഷ കർത്താവിന്റെ സഭ മാത്രമാണ്. നാം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നു, അവയുടെ ഫലം തിന്മാനും ഇല ചികിത്സയ്ക്കും കൊള്ളും. യേശുവും ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ആ കാലത്തെ രോഗികൾക്ക് സൗഖ്യവും ബന്ധിതന്മാർക്ക് വിടുതലും അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷ ചെയ്തവരാണ്. ഈ കാലത്തും അതേ ആത്മാവ് തന്നെയാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത്. ഈ ലോകത്തിന്റെ രോഗത്തിന്, ഈ ലോകത്തിന്റെ നിരാശയ്ക്ക്, മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം ഉത്തരം നമ്മിലാണ്. ഞാൻ പെട്ടെന്ന് പോകട്ടെ. ഈ നദി മൂന്നാമത്, ഈ നദി ചെന്ന് ചേരുന്ന ഇടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ചാവുകടലിലെ അശുദ്ധി നിമിത്തം അതിൽ മത്സ്യത്തിനോ മറ്റൊരു ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ജീവജലം ഒരു നദിയായി മാറി ചാവുകടലിൽ ചെന്ന് വീഴുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ആകപ്പാടെ വ്യത്യാസപ്പെടുന്നു. 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ജലം ബദ്ധമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ മാസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി കൺവെൻഷനുകളും ക്രൂസൈകളും നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അതിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഈ യോഗങ്ങളിലൂടെ രക്ഷിക്കപ്പെടുന്നുണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുണ്ട്? സത്യസന്ധമായി പറഞ്ഞാൽ വിരലിലെണ്ണാൻ മാത്രം. എന്താണ് കാരണം? പ്രസംഗിക്കുന്നവരുടെ കുറവാണോ? യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ കുറവാണോ? അല്ല. അതിൻ്റെ സത്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവിക മനുഷ്യൻ ആത്മാവിൽ മരിച്ചവനാണ്. മരിച്ച മനുഷ്യന് സുവിശേഷത്തിന്റെ മുൻപിൽ റെസ്പോണ്ട് ചെയ്യുവാൻ, പ്രതികരിക്കുവാൻ കഴിയുകയില്ല. അവന്റെ ആത്മാവ്, ആദ്യമായി പരിശുദ്ധാത്മാവ് അവിടേക്ക് പ്രവഹിച്ചതിന് ശേഷം അതിനെ ഒന്ന് അനക്കണം. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ വചനത്തിന് ജീവൻ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയൂ. ഇവിടെ ജീവിക്കുന്ന ഓരോ വിശ്വാസികളിലും നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവ് ഒരു നദിയായി നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിലേക്ക്, ഈ രാജ്യത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയാൽ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിന് 100 മേനി റിസൾട്ട് ഉണ്ടാകും എന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഈ നാളുകളിൽ പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ അല്പം സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നാം എത്തേണ്ടുന്ന ഇടത്ത് ദൈവമക്കളെ ഇന്ന് വരെയും നമ്മൾ എത്തിയിട്ടില്ല. സഭ ലോകത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിർഭാഗ്യവശാൽ പരിഹാരത്തിന് പകരം ഇന്ന് നാം ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. വേദപുസ്തക ചരിത്രത്തിൽ ഈജിപ്റ്റ് രാജാവായ ഫറവോൻ യോസഫിനോട് ആലോചന ചോദിക്കുന്നു. ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ദൈവത്തിന്റെ ദാസനായ ദാനിയേലിൽ നിന്നും കൗൺസിൽ സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ ഈ ലോകത്തിന്റെ നേതാക്കന്മാർ ആരെങ്കിലും നമ്മുടെ ദൈവദാസന്മാരോട് കൗൺസിൽ ചോദിക്കാറുണ്ടോ?
മറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ യോഗങ്ങളിലും കൺവെൻഷനിലും വന്ന് ദൈവവചനം നമുക്ക് വിവരിച്ചു തരികയാണ്. വളരെ ട്രാജിക്കായ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തീയ സഭ ഇന്നായിരിക്കുന്നത് എന്നെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 1:8 കർത്താവ് സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യശാസനത്തിൽ നമുക്കതിൻ്റെ ഉത്തരം കാണുവാൻ കഴിയും. വളരെ പരിചിതമായ വാക്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഇവിടെ ഓർത്തിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യണം എന്ന് യേശു അവരോട് പറഞ്ഞില്ല. നേരെ തിരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സ്വയം വിധേയമാക്കി കൊടുക്കുക മാത്രം. Yield to the power and the work of the Holy Spirit. അത് മാത്രമാണ് ദൈവം അവരുടെ കർത്താവരോട് പറഞ്ഞത്. ആ വിശ്വാസികൾക്ക്, ആദിമ വിശ്വാസികൾക്ക് ആ സന്ദേശം ശരിക്കും ലഭിച്ചു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസമില്ലാതെ വിരലിൽ എണ്ണാൻ മാത്രം ഉണ്ടായിരുന്ന ആ സമൂഹത്തിൽ വലിയ വിലയൊന്നും മാന്യതയുമില്ലാതിരുന്ന ആ ശിഷ്യന്മാരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ആ നൂറ്റാണ്ടിൽ കഴിഞ്ഞത്. ഇതേ ശക്തി ഇന്ന് നിന്നുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പഞ്ചാബിൽ ഇന്ന് നടക്കുന്ന ഉണർവിൻ്റെ കാരണം. ഞാൻ പറയുന്നു, പഞ്ചാബിലെ വിശ്വാസികൾക്ക്, ഈ അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ ആദിമ വിശ്വാസികൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ അവരെങ്ങനെ ദൈവത്തിൻ്റെ അനുശാസനയെ സ്വീകരിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നാൽ കേരളത്തിലെ വിശ്വാസികൾ കൂടുതൽ വിദ്യാഭ്യാസവും മോർ സോഫിസ്റ്റിക്കേറ്റഡ് സാംസ്കാരികമായ പുരോഗമനം പ്രാപിച്ചവരുമാണ്. എന്നാൽ നമ്മെ കൊണ്ട് നമ്മുടെ ചെറിയ സമൂഹങ്ങളിൽ പോലും ഒരു ചലനം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ശക്തിയെക്കുറിച്ച് വിശേഷിപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച വാക്ക് ഗ്രീക്കിൽ ഡുനാമസ് എന്നും അത് ഇംഗ്ലീഷിൽ ഡൈനമൈറ്റ് എന്നുമാണ്. അങ്ങനെ ഒരു ശക്തി എന്തുകൊണ്ടാണ്, അത്രമാത്രം വലിയൊരു ശക്തി എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ മേൽ കർത്താവ് കൊടുത്തത് എന്നറിയാമോ? കർത്താവിന് അറിയാമായിരുന്നു താൻ ആരംഭിച്ചു വെച്ച ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനവും, ക്രൂശിൽ ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനവും, കർത്താവിൻ്റെ സാക്ഷികളായി മുന്നോട്ട് പോകുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരും പർവ്വത സമാനമായ പ്രതികൂലങ്ങൾ നേരിടുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. ആ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് സ്വയമായ ശക്തിയില്ല. എന്നാൽ അതിന് കർത്താവിൻ്റെ ശക്തി തന്നെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ശക്തി അവരുടെ മേൽ പകർന്നത്. അതേ ശക്തി തന്നെ ഇന്നും നമുക്കുണ്ട്, നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. എന്നാൽ ഈ നൂറ്റാണ്ടിനെയും കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തി, ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒട്ടും കുറയാതെ നമുക്കുമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നമ്മെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷകളിലും സുവിശേഷീകരണത്തിലും വെളിപ്പെടുത്തുന്നതിന് പകരം ഇന്ന് കേവലം നമ്മുടെ ആരാധനാ യോഗങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് സംക്ഷിപ്തമായ വാക്കുകളായതുകൊണ്ട് വിവരിക്കുവാൻ നേരമില്ല. അത് അങ്ങനെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് പരിപൂർണമായി ഈൽഡ് ചെയ്തു കൊടുക്കുന്നതിന് പകരം നാം നമ്മുടെ ആരാധനകളിൽ അന്യഭാഷകൾ പറഞ്ഞ് സംതൃപ്തരായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സത്യവചനം മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 14:22 നാം വായിക്കുന്നുണ്ട്, അന്യഭാഷ പരിശുദ്ധാത്മാ നിറവിൻ്റെ അടയാളമാണെന്ന്. നാം എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നും അടയാളത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടയാളം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ ദൂരമുണ്ട്, അവിടേക്ക് പോകുവാൻ നാം സന്നദ്ധരായിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഉദാഹരണമായി ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിന്നും കൊച്ചിക്ക് യാത്ര ചെയ്യുകയാണ് എന്നിരിക്കുക. പോകുന്ന വഴിക്ക് കൊച്ചിയിലേക്ക് പോകുവാനുള്ള വലിയ ഒരു പച്ച സൈൻ കാണുന്നു. അതിലൊരു ആരോയുമുണ്ട്, കൊച്ചിൻ. അത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക?
നേരെ ആരോ കാണിച്ചിരിക്കുന്ന വഴിയിലേക്ക് പോകുമോ, അതോ ആ സൈൻ കാറിൽ നിന്നിറങ്ങി ആ സൈനിന്റെ മൂട്ടിൽ നിന്നുകൊണ്ട് സൈനിൽ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് സന്തോഷിക്കുകയും ഞങ്ങൾ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുമോ? നിർഭാഗ്യവശാൽ നാം ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അടയാളവുമായിട്ട് കെട്ടിപ്പിടിച്ച് നിന്ന് നാം സംതൃപ്തരായി നാലന്യഭാഷയും പറഞ്ഞ് ശക്തമായ ആരാധനയും കഴിച്ച് നമ്മുടെ ദൗത്യം തീർന്നു എന്ന് പറഞ്ഞ് ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നൊരു പകൽക്കാലം എനിക്ക് നിങ്ങളോട് രാത്രികാലം ഓർപ്പിക്കുവാനുള്ളത് ഇതാണ്. ആ സൈൻ അടയാളം കാണിക്കുന്നത്, അന്യഭാഷ എന്ന അടയാളം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ മർമ്മമുണ്ട്. അതെന്താണ്? It is the time that we let the sign go off and move forward to the direction, the place that sign is pointing to. സൈൻ നമ്മെ കാണിക്കുന്ന ആ ദിശയിലേക്ക് പോകുവാനുള്ള സമയമാണ്. സൈൻ നമ്മെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? സൈൻ നമ്മെ കാണിക്കുന്നു നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന്. അടയാളം നമ്മെ കാണിക്കുന്നു നാം മുട്ടോളം മാത്രമേ ആയിട്ടുള്ളൂ, ഇനിയും നമുക്ക് അരയോളവും നീന്തിക്കിടക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിലെത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആകേണ്ടിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ കൺവെൻഷന്റെ അവസാന ദിവസമായ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവരായ നിങ്ങൾ അനുഗ്രഹീതരാണ്. എന്നാൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ കർത്താവ് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ മാൻഡേറ്റിൻ്റെ ഒരു നിബന്ധനയുടെ ആരംഭം മാത്രമാണ്. അടയാളം കിട്ടിയിട്ടുണ്ട്, ഇനിയും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനകമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്ന് അവരോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും കർത്താവ് വാഗ്ദാനം ചെയ്ത ഈ ജീവജലം, നിങ്ങൾ പെന്തിക്കോസിലാണെങ്കിലും ഏത് സഭയിലാണെങ്കിലും ഒരു ക്രിസ്ത്യാനി തന്നെ അല്ലെങ്കിലും കൂടി നിങ്ങൾ ഇതുവരെയും ഈ ജീവജലം യേശു കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇന്നും വരണ്ടും ഉണങ്ങിയും അർത്ഥശൂന്യവുമായി കിടക്കുന്നുവെങ്കിൽ ഒരേ ഒരു ഉത്തരം കർത്താവായ യേശു തരുന്ന ഈ ജീവജലം മാത്രമാണ്. ഇത് സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾ കർത്താവിൽ നിന്ന് ഈ ജീവജലം പ്രാപിച്ചിട്ടുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ഈ ജീവജലം ഉയർന്നു വന്ന് വളർന്നു വന്ന് ഒഴുകി ഒരു നദിയായി മാറട്ടെ. നിങ്ങളിൽ പുറപ്പെടുവിക്കപ്പെടുന്ന ഫലം കണ്ട്, യേശുവിനെ കണ്ട് അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ, രക്ഷിതാവ് സ്വീകരിപ്പാൻ ഇടയായിത്തീരട്ടെ. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നദി ഒഴുകുന്ന തിരുസഭ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരാശ്രയവും ഒരു പരിഹാരവും ഉത്തരവുമായിരിക്കുവാൻ കർത്താവ് നമ്മെ ഒരു സഭ എന്ന രീതിയിൽ ഈ നൂറ്റാണ്ടിൽ ഈ തലമുറയിൽ ബലപ്പെടുത്തട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.